നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഡോക്ടർ മനസ്സിലായില്ല? യെസ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംശയം. അദ്ദേഹത്തെ കഴുത്ത് മുറുക്കി ആരോ കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നു. ഞാനൊരു കാര്യം ചോദിച്ചാ അത് കൂടുതലായി പോവോ? അതെന്താ? എന്നെ ഇത്ര സ്നേഹിക്കുന്ന ആളുടെ മുഖം എനിക്കൊന്ന് കാണുന്നുണ്ട്. അതെപ്പോഴാ? ഒരിക്കൽ ഞാനത് മോളോട് പറയാം. ആ, അത് മതി. മാഡം, ശരിക്കും പറഞ്ഞ ഇതൊരു രസാ. ഒരു മറയുടെ അപ്പുറം എന്നെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരാള് അല്ലേ? അതെ. മോൾ ഇനി മുതൽ ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിയാൽ മതി. ഇവിടെ എനിക്കൊപ്പം ഇരുന്ന് കഴിക്കാം. അത് ഒരു തവണയൊക്കെ രസാ. അതിൽ കൂടുതലായ മാഡത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്ന പോലെയാവും. അച്ഛൻ ഇതൊക്കെ എന്നെ കുഞ്ഞിലേ പഠിപ്പിച്ചിട്ടുണ്ട്. സാർ, അച്ഛനെ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും മാറ്റേണ്ടതുണ്ടോ? അബോധാവസ്ഥയിലാണെങ്കിലും ഫിസിക്കൽ കണ്ടീഷനിൽ വേരിയേഷൻ ഇല്ല. പിന്നെ ഒരു സംശയത്തിന്റെ പേരിൽ ഞാൻ ചില ടെസ്റ്റുകൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് വന്നാലേ കൃത്യമായ കാരണം പറയാൻ പറ്റും. പരിഭ്രമിക്കാൻ പറഞ്ഞതല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചില രീതികളുണ്ടല്ലോ. ഡോക്ടർ, നിങ്ങൾ എൻ്റെ കൂടെ വരും. ബിജു, അദ്ദേഹം വീണ് കിടന്നത് വീട്ടിലെ പൂന്തോട്ടത്തിലാണെന്നല്ലേ പറഞ്ഞത്? അതെ സർ. ഈ വീഴ്ച അസുഖത്തിന്റെ പേര് സംഭവിച്ചതല്ല. അദ്ദേഹത്തിന് ആരെങ്കിലും ശത്രുക്കളുണ്ടോ? ഇല്ല, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന ആളാ. എല്ലാവർക്കും നല്ല ബഹുമാനമോ. പക്ഷേ സംഭവിച്ചിരിക്കുന്നത് ഒരു കൊലപാതക ശ്രമമാണ്. ഡോക്ടർ മനസ്സിലായില്ല? യെസ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംശയം. അദ്ദേഹത്തെ കഴുത്ത് മുറുക്കി ആരോ കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നു. വളരെ ബലമായി എന്തോ കഴുത്തിൽ മുറിയതിന്റെ ലക്ഷണങ്ങളുണ്ട്. എന്നാലും വീട്ടിൽ വെച്ച് അങ്ങനെ ഒരു ശ്രമം? ഐ ഡോണ്ട് നോ. അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തപ്പോൾ തന്നെ ഈ ഒരു സംശയം എനിക്കുണ്ടായിരുന്നു. അതാണ് ഡീറ്റെയിൽ റിപ്പോർട്ട് കിട്ടട്ടെ എന്ന് ഞാൻ പറഞ്ഞത്. എനിവേ, ഞങ്ങളുടെ പ്രൊസീജിയർ അനുസരിച്ച് പോലീസിൽ റിപ്പോർട്ട് ചെയ്ത് വരും. തീർച്ചയായിട്ടും വേണം സർ. അല്ലെങ്കിൽ ഞങ്ങളായിട്ട് കേസ് മൂവ് ചെയ്യാം. അച്ഛനെ കൊല്ലാൻ ആരെങ്കിലും ശ്രമിച്ചതാണെങ്കിൽ അതിന്റെ അന്വേഷണം നടക്കണം. പ്രതിയെ പിടികൂടുകയും വേണം. ഓക്കെ, ഇന്റിമേഷൻ ഇവിടെ നിന്ന് പൊക്കോളും.
ഫർദർ സ്റ്റെപ്സ് എന്താണെന്ന് നിങ്ങൾ നോക്കിക്കോളൂ. ഓക്കെ? താങ്ക് യു ഡോക്ടർ. നമ്മൾ ഇത്രയും പേര് വീട്ടിലുള്ളപ്പോ സാറിനെ കൊല്ലം ആരാ നോക്കുന്നത്? മോനെ, അച്ഛൻ അങ്ങനെ ശത്രുക്കൾ ആരും ഇല്ലോ. എന്നാലും ഇത്രയും വയ്യാതിരിക്കുന്ന മനുഷ്യനെ ആർക്കും അങ്ങനെ ചെയ്യാൻ തോന്നിയേ? അത് കണ്ടുപിടിച്ചേ പറ്റൂ അമ്മേ. ആരായാലും അവരുടെ മുഖം വെളിവാവണം. ഞാനൊന്ന് സ്റ്റേഷൻ വരെ പോയിട്ട് വരാം. രാധിക മോളിപ്പോ ഹാപ്പിയാണല്ലോ അല്ലേ ചേച്ചി? അതെ, അവളെപ്പോഴും അങ്ങനെ ആയിരിക്കണം. അവളോ അവളെ വളർത്തുന്നവരോ പണത്തിന് വേണ്ടി ബുദ്ധിമുട്ടാൻ പാടില്ല. ഞാൻ കൂട്ടിവെച്ചതൊക്കെ അവൾക്കുള്ളതല്ലേ. ഇനി മുതൽ എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി വേണം അവള് ജീവിക്കാൻ. ഈ ആവേശമൊക്കെ കണ്ടിട്ട് എത്രയും പെട്ടെന്ന് അമ്മ മറ നീക്കി മോളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുവോ? അതെന്ന് പറ്റുമെന്ന് എനിക്കറിയില്ല. ഒക്കെ ദൈവം തീരുമാനിക്കട്ടെ. പ്രസവിച്ച അമ്മ മുന്നിൽ വന്ന് നിന്ന ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവളോട് ഞാൻ തന്നെ ചോദിക്കും. എന്നിട്ട് തിരുത്താവുന്നതാണെങ്കിൽ തിരുത്തി കൊടുക്കും. അതൊക്കെ അതിനുശേഷം തീരുമാനിക്കാം. ചേച്ചി, നമ്മൾ സാധാരണ പോകാറുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും വഴിപാട് കഴിപ്പിക്കണം കേട്ടാ. നമ്മൾ സംഭാവന കൊടുക്കാറുള്ള എല്ലാ ഓർഫനേജുകളിലും സാധാരണ കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടി കൊടുക്കണം. ഏറെ കാലത്തെ അലച്ചിലിനൊടുവിൽ അവൾ എൻ്റെ അടുത്തില്ലേ. അവളെ ചേർത്ത് പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ഭക്ഷണം വാരി കൊടുക്കുകയൊക്കെ ചെയ്തില്ലേ. ഇപ്പോഴല്ലേ ഞാനൊരമ്മയായത്. ചേച്ചി, ഇന്ന് നമുക്ക് ചിലപ്പോൾ 2 ഫോറിൻ ഗസ്റ്റുകളുണ്ടാവും. കെവിൻ ഒരു ഫേമസ് വയലിനിസ്റ്റാ. ഇന്റർനാഷണൽ പ്രോഗ്രാംസിനൊക്കെ വയലിൻ പ്ലേ ചെയ്യുന്ന ആളാ. 1-2 ഫോറിൻ ട്രിപ്സിന് എന്നെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ അവരിങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിരുന്നു. അല്ല, അതെങ്ങനെയാ ഈ വേഷത്തിൽ നിൽക്കുമ്പോ അവരെ സ്വീകരിക്കാൻ പറ്റുക? തൽക്കാലം ഞാനിവിടെ ഇല്ലെന്ന് അവരോട് പറഞ്ഞിരിക്കുന്നത്. എന്നെ അവരെ ഫിദയായി കണ്ടോട്ടെ. ചേച്ചി വേണം കാര്യങ്ങളൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട്. അവർക്ക് നമ്മുടെ കുട്ടികളെ ഒന്ന് കാണണം, പിന്നെ നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസ് കാണണം. അതിനൊക്കെ ആയിട്ട് അവർ വരുന്നേ. ഞാൻ നോക്കി ചെയ്യാം. ഫിദ മാഡം, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.